ഹലോ വ്യൂവേഴ്സ്, ഇന്ന് നമുക്ക് കൺസീലർ മാത്രം ഇട്ടൊരു മേക്കപ്പ് ലുക്ക് നോക്കിയാലോ. അതിനായിട്ട് ആദ്യമേ തന്നെ ഫേസ് നല്ല സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുക. ഇതൊരു ക്ലെൻസർ ആണ്. ക്ലെൻസർ യൂസ് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫേസ് വാഷ് ചെയ്തതിന് ശേഷം സ്കിന്നിൽ ചെറിയ രീതിയിലുള്ള ഡേർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതൊന്നുകൂടി പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ക്ലെൻസർ യൂസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ നോസിൻ്റെ ഈ പോർഷനിലൊക്കെ വരുമ്പോഴത്തേക്കിനും നമുക്ക് എത്ര ഫേസ് വാഷ് ഇട്ട് ക്ലീൻ ചെയ്താലും അവിടെയൊക്കെ ഡേർട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ സ്കിൻ എപ്പോഴും നല്ലതായിട്ടിരിക്കുവേ. അപ്പോൾ ഏതാണോ നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്ലെൻസറും കൂടെ എല്ലാ ദിവസവും യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാന്നുള്ളതാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഈ ഡോട്ട് ആൻഡ് കെയർ ഈ വൈറ്റമിൻ സി മോയ്സ്ചറൈസറാണ്. ഇത് ഓയിലി സ്കിന്നിന് അത്യാവശ്യം നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. ഇത് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒരു ലിപ് ബാം അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കുക. മേക്കപ്പ് കഴിയുന്ന സമയത്തേക്ക് നമ്മുടെ ലിപ്പ് നല്ല മോയ്സ്ചറൈസ് ആയിട്ടിരിക്കും. അപ്പോൾ ലിപ്സ്റ്റിക് ഒക്കെ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അടുത്തത് സൺസ്ക്രീൻ ആണ്. ഒരിക്കലും നമ്മുടെ മേക്കപ്പിൽ അല്ലെങ്കിൽ സ്കിൻ കെയറിൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു പ്രോഡക്റ്റാണ് സൺസ്ക്രീൻ എന്ന് പറയുന്നത്. ഇത് ഡെയിലി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെതായ റിസൾട്ട് കിട്ടും. ഈ ഒരു ബ്രാൻഡിൻ്റെ കാര്യമല്ല പറയുന്നത്. നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ നല്ലതായിട്ട് തോന്നിയിട്ടുള്ള അത്യാവശ്യം ഒരു SPF 50 ഒക്കെ ഉള്ള ഏതെങ്കിലും ഒരു സൺസ്ക്രീൻ കണ്ടുപിടിച്ച് വെച്ചിട്ട് അത് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് മറന്നുപോലെ. നമ്മൾ വിചാരിക്കും വീട്ടിലിരിക്കുമ്പോൾ മാത്രം യൂസ് ചെയ്യും. അങ്ങനെയല്ല, വീട്ടിലിരുന്നാലും പുറത്ത് പോയാലൊക്കെ നമ്മൾ സൺസ്ക്രീൻ മസ്റ്റായിട്ടും യൂസ് ചെയ്യണം. അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് എന്തായാലും കിട്ടുവേ. അതിനുശേഷം ഞാനിവിടെ യൂസ് ചെയ്യുന്ന ഒരു പ്രൈമറാണ്. ഇത് നിർബന്ധമില്ല, നമുക്ക് ജസ്റ്റ് കുറച്ച് നേരം കൺസീലർ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഒരു ഫുൾ ഡേ ഒന്നും ലാസ്റ്റ് ചെയ്തില്ലല്ലോ. അപ്പോൾ അതിന് കുറച്ച് നേരം ഒന്ന് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രൈമർ യൂസ് ചെയ്യാമേ. അത്യാവശ്യം പോഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളവർ കാണുന്നുണ്ടെങ്കിൽ നല്ലതാണ്. എൻ്റെ സ്കിന്നിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കുഴികളൊക്കെ ഉണ്ടായിരുന്നേ. സ്കിന്നിന് അത്യാവശ്യം ശ്രദ്ധിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അത് നല്ലതായിട്ട് കുറഞ്ഞത്. അല്ലെങ്കിൽ ഇവിടെ ഈ സൈഡിലൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ സ്കിൻ കെയർ അത്രയ്ക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങളുടെ മുഖത്ത് അത്രയധികം കുഴികളോ അങ്ങനത്തെ എന്തെങ്കിലും ഡാമേജസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്കിൻ കെയർ കറക്റ്റായിട്ട് ചെയ്തു തുടങ്ങുക. ഇനി നമുക്ക് കൺസീലർ അപ്ലൈ ചെയ്യാമേ. ഇവിടെ മേബിലിൻ്റെ ആണ് ഞാൻ യൂസ് ചെയ്യുന്ന കൺസീലർ വന്നിട്ട്. നിങ്ങൾക്ക് ഏതാണോ സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്യാമേ. ഞാനിവിടെ ഫുൾ ഡാർക്ക് സ്പോട്ട്സ് ഒന്നും കവർ ചെയ്യുന്നില്ല, കാരണം കുറച്ചധികം ഉണ്ട്. അതങ്ങനെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത്. ഇതിപ്പോൾ നമ്മൾ കൺസീലർ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാമേ. ഞാൻ ടാൽക്കം പൗഡറിൽ നിന്ന് കോമ്പാക്ട് പൗഡറിലേക്ക് വന്നപ്പോൾ എനിക്ക് നല്ല ഡിഫറൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഓയിലി സ്കിന്നായിരുന്നു, ആക്നെ പ്രോൺ സ്കിന്നായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ പിമ്പിൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ടാൽക്കം പൗഡർ എപ്പോൾ യൂസ് ചെയ്താലും എൻ്റെ സ്കിന്നിൽ ചെറിയ രീതിയിലുള്ള ആക്നൈസ് വരുമായിരുന്നു. ഇപ്പം അത് നിർത്തിയതിന് ശേഷം എനിക്ക് ആ പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ സ്കിന്നിന് എന്തെങ്കിലും ഡാമേജസ്, എന്തെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ സ്ഥിരം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പ്രോഡക്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് വരും. എനിക്ക് അങ്ങനെ വലിയ കാര്യമായിട്ട് തോന്നിയ ഒരു ഒന്നാണ് നമ്മുടെ ആക്നൈസ് ഫുള്ള് പോയത്. ടാൽക്കം പൗഡർ ചിലർക്ക് നല്ലതായിരിക്കും, ചില സ്കിന്നിൻ്റെ പ്രശ്നമാണത്. നമ്മളൊരു പൗഡറൊക്കെ ഇട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്തെടുക്കാമേ. അതിനായിട്ട് ഇങ്ങനത്തെ ഒരു ഐബ്രോ പെൻസിലല്ല, ഒരു ബ്രഷാണ് ഞാൻ യൂസ് ചെയ്യുന്നത്.
ജസ്റ്റ് ഒന്ന് ഐ ഷാഡോ ഫിൽ ചെയ്യാമേ. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഈ പ്രോഡക്റ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലൂ ഹെവൻ്റെ ആണ്, ഒരു കോംബോയിൽ വാങ്ങിച്ചാണ്. അതിനകത്ത് കുറച്ച് പ്രോഡക്റ്റ്സ് ആകെ നല്ലതായിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലൊന്ന് ഈ ഐ ഷാഡോ ആണ്. ഇതിനകത്തും ഈ ഒരു ഷെയ്ഡാണ് വരുന്നത്. അതിനെ തന്നെ നമുക്ക് ചെറിയൊരു ബ്ലഷ് ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാമേ. അടുത്ത് നമുക്ക് മസ്കാര അപ്ലൈ ചെയ്യാമേ. ഇത് ബ്ലൂ ഹെവൻ്റെ മസ്കാരയാണ്. മുകളിൽ മാത്രം കണ്ണെഴുതിയോണ്ട് ഞാൻ അവിടെ മാത്രമാണ് മസ്കാരയും അപ്ലൈ ചെയ്യുന്നത്.